reporter. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. ഇനി ഈ ദിവസത്തെ ചൂടേറിയ വാർത്തകളിലേക്ക്, പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലേറ്റവും പ്രധാനം ഈ വീടുകളിൽ പ്രസവം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു, വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങൊക്കെ കണ്ടു. പണ്ട് ഒരു വഴിയുമില്ലാത്തപ്പോൾ ഇതൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്തിരുന്നു. അന്നത്തെ മരണനിരക്ക് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ അതിഗുരുതരമായ മാതൃമരണ നിരക്കുണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ അത് കുറച്ചു കൊണ്ടുവന്ന് ആരോഗ്യ കേരളമെന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അലാമിംഗ് ആയ, നമ്മളെ പേടിപ്പിക്കുന്ന ചില കണക്കുകൾ പുറത്തു വരുന്നത്. ആ കണക്കുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. നോക്കൂ, ആരോഗ്യത്തോടെ ഒരു അമ്മയും കുഞ്ഞും ഈ സമൂഹത്തിലേക്ക് വരിക എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അതിനെതിരെ നിൽക്കുന്നത് ആരായാലും അത് ഒറ്റക്കെട്ടായി എതിർക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്, ആരോഗ്യമുള്ളൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. ആരോഗ്യ കേരളത്തിന് ആശങ്കയായി സംസ്ഥാനത്ത് വീടുകളിലെ പ്രസവം വർദ്ധിക്കുന്നു. 5 വർഷത്തിനിടെ മലപ്പുറത്ത് മാത്രം വീട്ടിൽ പ്രസവിച്ചത് 1337 പേർ. ആധുനിക ചികിത്സാ രീതികളെ വെല്ലുവിളിക്കുമ്പോൾ അപകടത്തിലാകുന്നത് ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച കേസിൽ മതപ്രഭാഷകനായ ഭർത്താവ് അറസ്റ്റിൽ. സിറാജുദ്ദീൻ ലത്തീഫിയെ കസ്റ്റഡിയിലെടുത്തത് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന്. അസ്മയുടെ മരണം അമിത രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണനെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ബാങ്കിലെ CPM അക്കൗണ്ടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വൈകാതെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കും. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി 22-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകി. തീരുമാനമുണ്ടാവുക ഇന്നലത്തെ ചോദ്യം ചെയ്യലിലെ മറുപടികളും രേഖകളും ഒത്തുനോക്കിയ ശേഷം. ഇന്നലെ ചോദ്യം ചെയ്യൽ നീണ്ടത് 6 മണിക്കൂർ. സമ്മേളനങ്ങളിലെ വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളാൻ CPI. മത്സര സാധ്യതയുള്ള സമ്മേളനങ്ങൾ നടത്താതിരിക്കാൻ നിർദ്ദേശം. കീഴ്ഘടകങ്ങൾ വിമർശിക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ആശങ്ക. കോട്ടക്കൽ ക്ഷേത്രോത്സവത്തിലെ ഗണഗീതാലാപനത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ്. ഗായകർക്കും ക്ഷേത്രോപദേശക സമിതിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടാൻ തീരുമാനിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ MPയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. രാവിലെ ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായാണ് ബാങ്ക് തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷയത്തിൽ ഇഡി കുറച്ച് നാളായി കെ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയിട്ട്, പക്ഷെ അപ്പോ പാർട്ടി സമ്മേളനം, ലോക്സഭ സമ്മേളിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഹാജരാകാമെന്ന് അദ്ദേഹം തിരികെ അറിയിക്കുകയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ? ഈ കേസിന്റെ അന്വേഷണം, ഇഡിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണുള്ളത്? ശ്രീജ, ഇഡി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം 2023 ഇതിൻ്റെ 1ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 55 പ്രതികളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരുന്നത്. ഇനി അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ കുറ്റപത്രം എന്ന 2ാം ഘട്ടത്തിലേക്ക് അന്തിമ കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു മുൻപായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള എല്ലാ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഈ കാലയളവിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെ ചോദ്യം ചെയ്തിരുന്നു.
ചെയ്തിരുന്നു. അതിൽ കെ രാധാകൃഷ്ണനും ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന AC മൊയ്തീനാണെങ്കിലും അതിനുശേഷം വന്ന MM വർഗീസിനാണെങ്കിലും ചോദ്യം ചെയ്യലടക്കം പലതവണ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. ഇനിയുള്ളത് കുറച്ചു കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ സമയത്തായിരുന്ന കെ രാധാകൃഷ്ണനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. മറ്റുള്ള എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായിരുന്നു. അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് അതിൻ്റെ സാങ്കേതികത്വത്തിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. കെ രാധാകൃഷ്ണൻ 2 തവണ നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ 2 തവണ ഒരു തവണ പാർലമെൻറ്റ് സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വേളയിലായിരുന്നു. പിന്നീട് പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം ഏപ്രിൽ 7 ശേഷം താൻ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തേക്ക് നോട്ടീസ് നൽകുന്നത്. ഇന്ന് ഏതാണ്ട് 10:00 അദ്ദേഹം ഓഫീസിലേക്ക് ഹാജരാകാൻ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ചിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നതായിരുന്നു, അന്തിമ കുറ്റപത്രം സമർപ്പിക്കണം എന്നതായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിനിപ്പുറത്തേക്ക് നീണ്ടുപോകുന്നത് കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നീണ്ടുപോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞാലുടൻ കുറ്റപത്രം സമർപ്പിക്കും. അതിൽ ജില്ലാ സെക്രട്ടറിമാർ എന്നത് പറയുന്നത് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി ഉയർന്നിരിക്കുന്ന ആരോപണം ഇത് വായ്പകൾ അനുവദിച്ചതിലെ ക്രമക്കേടുകളാണ്. വലിയ അഴിമതി നടന്നിരിക്കുന്നു. അതിൽ വായ്പകൾ അനുവദിച്ചതിൽ വലിയ ക്രമക്കേടുകൾ വന്നിരിക്കുന്നു. അതിൽ അറിയേണ്ടത് ഇനി അത് പല വായ്പകളും ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ നിർദ്ദേശപ്രകാരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മൊഴികളോ മറ്റു വസ്തുതകളോ ഉണ്ടെങ്കിൽ അങ്ങനെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ കിട്ടിയ ഈ വായ്പയായ അനധികൃതമായി കിട്ടിയ വായ്പയിൽ ഏതെങ്കിലും ഒരു ഭാഗം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയുമായി ചുമതലപ്പെട്ട ആർക്കെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ അവർ നിർദ്ദേശ അക്കൗണ്ടിലൊക്കെയോ വന്നിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ കുറ്റങ്ങളിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഈ മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം ആ കാലയളവിൽ ഉണ്ടായിരുന്നവരടക്കം പ്രതി ചേരുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഏരിയ സെക്രട്ടറിമാരും ഇതിലേക്ക് വരും. അപ്പോൾ ഈ അന്തിമ കുറ്റപത്രം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇതിലേക്ക് വരുമ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ ഈ മൊഴികളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സാങ്കേതികത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കം കടക്കുന്നത്. അപ്പോൾ കൂടുതൽ പേർ പ്രതി ചേർക്കപ്പെടാനുള്ള, പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഇതിലാണുള്ളത്. നേരത്തെ അതിൽ കാര്യമായ രീതിയിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്നില്ല. പാർട്ടി നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളിൽ നിന്നോ PR അരവിന്ദാക്ഷൻ മറ്റും ഉള്ളവർ അരവിന്ദാക്ഷൻ അടക്കമുള്ള ആളുകൾ മാത്രമായിരുന്നു, 1-2 പേർ മാത്രമായിരുന്നു ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നതും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഉന്നതരായ നേതാക്കൾക്ക് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അറിവുണ്ടെങ്കിൽ, അവർക്ക് പങ്കുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഈ 2ാം ഘട്ട കുറ്റപത്രത്തിലേക്ക് വരുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് CPM-ന് ഇത് വളരെ നിർണായകം തന്നെയാണ്. ഈ അന്തിമ കുറ്റപത്രത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അതിൽ ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വീണ്ടും വിളിച്ചു വരുത്തുമോ എന്നതെല്ലാം തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും ഇന്ന് രാവിലെ 10:00 കെ രാധാകൃഷ്ണനോട് ഹാജരാകാനായിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ മറ്റൊരു കേസാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട ED-യുടെ അന്വേഷണം. ഇപ്പോൾ ഇന്നലെ 6 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 22-നായിരിക്കും ഹാജരാകേണ്ടത് അല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ മാസം 22-ന് വീണ്ടും ഹാജരാകാൻ ഗോകുലം ഗോപാലനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നലെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. മനസ്സിലാക്കിയതനുസരിച്ച് ഈ ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ED ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിൽ സ്വീകരിച്ച ചില നിക്ഷേപങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയുള്ള ആധികാരികമായ രേഖകൾ ഹാജരാക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ചില നിക്ഷേപങ്ങൾ, അത്തരം കാര്യങ്ങൾ, ചില സംശയങ്ങൾ ED ഉന്നയിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ED-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച വളരെ നീണ്ട പരിശോധന, മണിക്കൂറുകൾ നീണ്ട പരിശോധന ഗോകുലം ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ചെന്നൈയിലെ ഓഫീസുകൾ, കേന്ദ്ര ഓഫീസുകളിൽ അടക്കം നടന്നിരുന്നു. ഏതാണ്ട് 13 മണിക്കൂറോളം അത്ര പരിശോധനകൾ നീണ്ടുപോകുന്നു. ഈ പരിശോധനയ്ക്കിടെ തന്നെ ഗോകുലം ഗോപാലിനെയും ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടേക്ക് കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ഉച്ചയോടുകൂടി എത്തി വൈകിട്ട് 6 മണി വരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തത്.
ഇതിനുശേഷമാണ് വീണ്ടും 22-ന് ഹാജരാകണം എന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ മൊഴി വിശദമായ രീതിയിലേക്ക് പരിശോധിക്കാനോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ സമയം ആകുന്നതേയുള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ അതായത് ഇന്നലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 22-ന് ഹാജരാകണമെന്ന രീതിയിൽ തന്നെ. എന്തായാലും അതിന് മുൻപായിട്ട് ഈ മൊഴികളുടെ ഒരു വിശദാംശങ്ങളുടെ ഒരു പരിശോധനയും കാര്യങ്ങളുമെല്ലാം തന്നെ നടക്കും. നേരത്തെയും ED പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, EDയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് വിദേശ നാണ്യ വിനിമയത്തിൻ്റെ ഒരു ലംഘനം ഈ ഫണ്ട് സ്വീകരിക്കുന്നതിൽ ഗോകുലത്തിൽ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ED നിൽക്കുന്നത്. വലിയൊരു തുക അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരണം, അങ്ങനെ ചിട്ടിയിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം ഇത്തരം വലിയ തുകകൾ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ കണക്കിൽപ്പെടാതെയും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ED നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ സമാഹരിച്ച ഈ കണക്കിൽപ്പെടാത്ത പണം ഏതെങ്കിലും രീതിയിൽ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് അടക്കം കടന്നിട്ടുണ്ടോ എന്നതും ED പരിശോധിക്കുന്നു. കാരണം ഇവിടെ എമ്പുരാൻ എന്ന രീതിയിൽ, എമ്പുരാൻ ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ചിലപ്പോഴെങ്കിലും ഇതിനെതിരെ ഒരു വിമർശനം ഉയരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ല തങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് 2022-ൽ ഉയർന്ന ഒരു പരാതിയും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നു കൊണ്ടുപോവുകയാണ്. അന്നും പരിശോധനകൾ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് ED നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഗോകുലം ഗോപാലിനെ വീണ്ടും ED ചോദ്യം ചെയ്തേക്കും. 22-ന് ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. ഇന്നലെ 6 മണിക്കൂറാണ് ED ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഒരുപക്ഷെ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ആധുനിക ചികിത്സാ രീതികളെ വെല്ലുവിളിച്ച് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ ഗണ്യമായി കൂടുന്നു എന്ന കണക്ക്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ മലപ്പുറം ജില്ലയിൽ മാത്രം 1337 പേരാണ് വീട്ടിൽ പ്രസവിച്ചത്. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള രീതികൾ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനും ആരോഗ്യവുമാണ് അപകടത്തിലാക്കുന്നത്. സംസ്ഥാനത്താകമാനം നടക്കുന്ന വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന സംഖ്യയാണ്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2931 വീട്ടുപ്രസവങ്ങൾ. ഇതിൽ 2023-24 വർഷത്തിൽ മാത്രം 523 പ്രസവങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് മലപ്പുറം ജില്ലയിലാണ്, 1337 എണ്ണം. വിവരാവകാശ രേഖകൾ പ്രകാരം 2019-20 467 പ്രസവങ്ങളും 2020-21 576, 2021-22 586, 2022-23 579, 2023-24 523, 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 200 എന്നിങ്ങനെയാണ് വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ. ഏറ്റവും കുറവ് കോട്ടയം ജില്ലയിലാണ്, 42 എണ്ണം. 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലത്ത് വിവിധ ജില്ലകളിൽ നടന്ന വീട്ടുപ്രസവങ്ങൾ ഇപ്രകാരമാണ്. തിരുവനന്തപുരത്ത് 8 പ്രസവങ്ങൾ, കൊല്ലത്ത് 7, പത്തനംതിട്ടയിൽ 1, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 3, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 14, തൃശൂരിൽ 6, പാലക്കാട് 3, മലപ്പുറത്ത് 93, കോഴിക്കോട് 11, വയനാട് 15, കണ്ണൂരിൽ 12, കാസർഗോഡ് 9 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെങ്കിലും ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന ബോധവൽക്കരണങ്ങൾ ഫലം ചെയ്യുന്നില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക സംഘങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. വിശദാംശങ്ങൾ ആജ്ഞ തന്നെ നൽകും. ആജ്ഞ, നമ്മൾ ആരോഗ്യ കേരളം എന്നൊക്കെ വലിയ അഭിമാനം കൊള്ളുമ്പോഴാണ് ഈ തരത്തിലുള്ള ചില കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ കണക്കുകളേക്കാൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അത് വീട്ടിൽ പ്രസവിക്കുന്നവരെ വിളിച്ച് ആദരിച്ച് ഒരു ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ പോലെ തൊപ്പിയൊക്കെ വെച്ച് ആദരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതിന് പിന്നാലെയാണ് ഒരു 35 വയസ്സുള്ള സ്ത്രീ 5 കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ഒരു അമ്മയുടെ മരണം നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ഒരു വശത്ത് ആരോഗ്യവകുപ്പ് കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും വേണ്ട ഇടത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവം നടത്തുന്നത് അത് ആഘോഷമാക്കുന്ന മറ്റൊരു സംവിധാനം ഇവിടെ കേരളത്തിൽ നിലവിലുണ്ട് എന്നതല്ലേ?
സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇത് പുറത്തു വന്ന ഒരു കാര്യം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഈ പെരുമ്പാവൂരിലെ ആസ്മയ്ക്ക് സംഭവിച്ചത്. പക്ഷെ ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് വിവരാവകാശ രീതി പ്രകാരം അത് ശബ്ദം വ്യക്തമാവുന്നില്ല. ഒന്നുകൂടി ഫോൺ ഒന്ന് ശരിയാക്കി ഒന്ന് സംസാരിക്കാമോ? അത് ഞാൻ പറഞ്ഞോളൂ. ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് വിവരാവകാശ രേഖ പ്രകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഷിജി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ആസ്മയുടെ മരണം ഉണ്ടായത് അങ്ങനെ പുറത്തു വരുന്ന അല്ലെങ്കിൽ പുറത്തു വന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം മരിച്ചു പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശുശ്രൂഷ ലഭിക്കാതെ നവജാത ശിശുക്കൾ മരിക്കുന്നതും ഒക്കെ ആ ഒരു സ്വാഭാവിക മരണത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കണക്കാണ് നമുക്ക് 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ഈ 5 വർഷത്തിനുള്ളിൽ ലഭിച്ചിരിക്കുന്ന വലിയ ഒരു കണക്ക് തന്നെയാണ്. അത് വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്ന ഒരു കണക്ക് ആണ്. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ജനനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. 2900 അതായത് 3000-നടുത്ത് പ്രസവങ്ങളാണ് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ളത്. ക്ഷമിക്കണം, 1334 പ്രസവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ 5 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. മൊത്തം സംസ്ഥാനത്താകെ 2931 വീട്ടുപ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതില് ഈ 2023-24 അതായത് ഏറ്റവും അവസാനം പറയുന്ന വർഷങ്ങളിൽ മാത്രം 523 പ്രസവം നടന്നിട്ടുണ്ട്. ഇതില് മാത്രമല്ല നമ്മൾ ഈ കണക്ക് പറയുമ്പോഴും എപ്പോ കണക്കെടുക്കുമ്പോഴും മലപ്പുറം ജില്ലയുടെ ഈ പ്രസവ തോത് വീട്ടുപ്രസവ തോത് വളരെ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. ഈ 2024 മുതൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള, അതായത് 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കിലും 93 പ്രസവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ രീതിയിലുള്ള വീട്ടുപ്രസവങ്ങൾ നടക്കുന്നുണ്ട്. വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ കോൺവെക്കേഷൻ സംഘടിപ്പിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള അമ്മമാരെ ആദരിക്കുന്നത്. അങ്ങനെയാണ് ഇത് കണ്ടില്ല, ഇത് പിന്തുടരേണ്ടുന്ന ഒരു മാതൃകയാണ്. അതല്ലെങ്കിൽ ഇത് നമുക്ക് എന്താ പറഞ്ഞ അംഗീകരിക്കേണ്ടുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടുന്ന ഒരു മാതൃകയാണ് എന്നുള്ള തരത്തിലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഏറെ ആളുകളും ാണ് ഈ പ്രസവം എടുക്കാനായാലും അല്ലെങ്കിൽ തുടർ ചികിത്സയ്ക്കായാലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ആസ്മയുടെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, അക്യൂപഞ്ചർ രീതിയാണ്. ഈ 3 പ്രസവം ആശുപത്രിയിലാക്കിയ ശേഷമാണ് ഇദ്ദേഹം മതപ്രഭാഷകനാകുന്നത്. ആസ്മയുടെ ഭർത്താവ് മതപ്രഭാഷകനാകുന്നത്. അതിനുശേഷം പിന്നീട് ഉള്ള 2 പ്രസവങ്ങളും വീട്ടിലാക്കുന്നു. കഴിഞ്ഞ തവണത്തെ പ്രസവം ചെയ്തപ്പോൾ വീട്ടിൽ തന്നെ പ്രസവിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോഴും ഈ അക്യൂപഞ്ചർ രീതി പഠിച്ചെടുത്ത ശേഷം വീട്ടിൽ തന്നെ പ്രസവമാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ പറയുന്നത് പോലെ മിഡ്വൈഫിനെ ആശ്രയിച്ചും അതുപോലെ ഈ പ്രാകൃതമായ ചികിത്സാ രീതികളൊക്കെ ആശ്രയിച്ചുമാണ് ഈ സ്ത്രീകളെ പ്രസവിപ്പിക്കുന്നത്. അതിന് നിർബന്ധിതരാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വിശ്വാസത്തിന്റെ മറ പിടിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ഒരു അനാരോഗ്യകരമായ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മള് ഈ മലപ്പുറത്തെ മാത്രം പറയല, പക്ഷെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രത്യേക സംഘങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പെരുമ്പാവൂർ സ്വദേശിയുടെ മരണത്തിന് ശേഷം ആരോഗ്യ വിഭാഗങ്ങൾ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയും ഇത്തരം സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബം അവരുടെ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ഈ സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചപ്പോഴാണ് വീട്ടിലാണ് പ്രസവം നടന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നൊരു പരാതിയുമായി രംഗത്തെത്തുകയും തിരിച്ച് അപ്പോഴാണ് ഇത് നടന്നത് എന്താണെന്ന് നാട്ടുകാർ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾ അറിയുന്നത്. ഇതുപോലെ ഇതിപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കാണ്. ഈ സർക്കാരിൻ്റെ റഡാറിലേക്ക് വരികയേ ചെയ്യാത്ത എത്രയോ പ്രസവങ്ങൾ കൂടി ഉറപ്പായും നടക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ?
തീർച്ചയായിട്ടും ഷീജ, കാരണം ഇത് ഷീജ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങളിലേക്കൊരു വെളിച്ചം വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം മുൻപ് ഇത്തരം, അതായത് നമുക്കിങ്ങനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ചില മതപ്രഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതും ചർച്ചയായിട്ടുണ്ട്. കാരണം മുസ്ലിം സ്ത്രീകൾ മുസ്ലിമായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകൾ, അതും സ്ത്രീ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകളെ മാത്രമേ കാണാവൂ. എന്തെങ്കിലും സാഹചര്യത്തിൽ പുരുഷൻ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് മുസ്ലിം ആയിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം, അത് അവരുടെ ഭർത്താക്കന്മാർ ഉറപ്പുവരുത്തണം. അങ്ങനെ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അത്തരം മെസ്സേജുകൾ പ്രചരിക്കുകയും അതിനെതിരെ വലിയ ചർച്ചയാവുകയും ചെയ്യുന്ന, അതായത് നമ്മള് അത്തരമൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ റിഡിക്കുലസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഇത്തരം ചർച്ചകൾ മാറുന്നു. നമ്മൾ കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന തരത്തിലേക്കാണ്, ഇത്തരത്തിലാണോ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യേണ്ടുന്നത് എന്നുള്ള തരത്തിലേക്ക് ഭയങ്കര ആശങ്കയോടെ കൂടി നോക്കുന്ന ഒരു സംവിധാനവും ഒരു രീതിയും ഒക്കെ, ചികിത്സാ രീതിയും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മലപ്പുറത്തുള്ള സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ തന്നെ ഇത്തരം പ്രസവങ്ങൾ അവരൊക്കെ വളരെ ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളായ സ്ത്രീകളോടൊക്കെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതിനിപ്പോ എന്താണ്, അത് ഒരു നോർമൽ പ്രൊസീജിയർ എന്നുള്ള നിലയിൽ മാത്രമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവം മാത്രമായിട്ടാണ് അവർക്ക് ഞെട്ടലൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ ഒരു തരത്തിലേക്ക് ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ മോൾഡ് ചെയ്യുന്ന തരത്തിലേക്ക് സംഘങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് വേണം. ഇതിൽ വ്യക്തമായ അന്വേഷണം വേണം, അല്ലെങ്കിൽ വ്യക്തമായ ശിക്ഷാ നടപടികൾ വേണം. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. ഇത്തരം എത്ര സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞതുപോലെ 5ഉം 6ഉം 7ഉം ഒക്കെ പ്രസവിക്കുന്ന സ്ത്രീകളാണ് ഏറെയും ഈ കൂട്ടത്തിലുള്ളത്. കഴിഞ്ഞ ഭസ്മം മരിച്ചതിന് നമുക്കറിയാം 5ാമത്തെ പ്രസവത്തിലാണ്. തീർച്ചയായും ആ തരത്തിലൊക്കെയാണ് ഇക്കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഡോക്ടറുമായ ഷിംന അസീസ് ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പിൽ പറയുന്ന ഒരു കണക്ക് കൂടി ഒന്ന് സൂചിപ്പിക്കാം. 1970 കാലഘട്ടത്തിൽ കേരളത്തിൽ ഗർഭിണിയായിരിക്കുകയോ പ്രസവത്തെ തുടർന്നോ മരണപ്പെട്ട സ്ത്രീകളുടെ എണ്ണം 1,75,000 ഇപ്പോഴുള്ളതിൻ്റെ 4 ഇരട്ടി. ആ കാലത്ത് 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 53 പേർ 1 വയസ്സെത്തും മുന്നേ മരണപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് 1000 കുഞ്ഞുങ്ങളിൽ 6 പേർ മാത്രമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെ മനുഷ്യരുടെ ഇരട്ടി ജീവിത ദൈർഘ്യവും ഇന്നത്തെ മലയാളിക്കുണ്ട്. അത് വാക്സിനും മറ്റ് ആധുനിക ചികിത്സാ രീതികളും ഒക്കെ ചേർന്ന് നൽകിയതാണ്. ആ കാലത്ത് നിന്നാണ് നമ്മളൊരു വണ്ടിയും പിടിച്ച് പിറകോട്ട് പോകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ ചർച്ചയാവേണ്ടതും ഈ കണക്കുകൾ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് എന്ത് ഇടപെടൽ വേണമെന്ന ചർച്ചകൾ ഉണ്ടാവേണ്ടതും. മലപ്പുറം ചട്ടിപ്പറമ്പിൽ യുവതി പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികളുടെ പ്രാഥമിക വിവരങ്ങളും ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയതിന് പിന്നാലെ സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവരങ്ങളുമായി CV അനുമോദാണ് ചേർന്നത്. അനുമോദ്, ഈ നടന്നത് നരഹത്യ അല്ലാതെ മറ്റൊന്നുമല്ല, അക്കാര്യത്തിൽ സംശയവും വേണ്ട. 5 കുഞ്ഞുങ്ങളാണ് അമ്മയില്ലാത്തവരായി മാറിയത്. പക്ഷേ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുമോ എന്നാണ് അറിയേണ്ടത്. എങ്ങനെയാണ് കേസ് അന്വേഷണം പോകുന്നത്? ഗുഡ് മോർണിംഗ്. ഈ ഒരു വിഷയത്തിൽ അതീവ ഗൗരവതരത്തിൽ തന്നെ ഉള്ള നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ ഭാഗത്തുള്ള നീക്കം. അതുകൊണ്ട് തന്നെ സിറാജുദ്ദീനെതിരെ നരഹത്യ അടക്കമുള്ള കൂടുതൽ വകുപ്പ് എന്തെല്ലാം ചുമത്താമെന്ന കാര്യത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത്. കാരണം ഈ യുവതി തലേ ദിവസം, അതായത് പെരുമ്പാവൂരിലേക്ക് ഇവരെ കൊണ്ടുപോയതിന് തലേ ദിവസം വൈകുന്നേരം 6 മണിയോടെയാണ് ഇവരുടെ പ്രസവം നടക്കുന്നത്. 9 മണിയോടെയാണ് ഇവരുടെ നില അതീവ ഗുരുതരമാവുന്നതും തുടർന്ന് മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇവർ മരണം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ജീവൻ രക്ഷിക്കാമെന്നിരിക്കെ അതിന് ശ്രമിക്കാതെ, ഇവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇയാൾ മരണത്തിന് വിട്ടുകൊടുത്തു എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയ്ക്ക് അയാളത് ചെയ്തില്ല. അതിന് പകരം ഇത്തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങൾ നടത്താൻ നോക്കി. അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും. അത്രയും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ്
ഇയാൾക്കെതിരെ ചുമത്താനും പോലീസ് ആലോചിക്കുന്നത്. അതിനു പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ അത് പലയിടത്തും രഹസ്യമായും എന്നാൽ വ്യാപകമായും നടക്കുന്നുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ വാട്സാപ്പ് കൂട്ടായ്മകളും അതുപോലെ തന്നെ അവരുടേതായ ഒരു ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കി അത്തരത്തിൽ സജീവമായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി ഈ കേസിനെ എടുക്കും പോലീസ് എന്ന തരത്തിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാതൃകാപരമായ ഒരു നടപടി, ഇനി മറ്റൊരാൾ ഇത് ആവർത്തിക്കരുത് എന്ന ബോധ്യത്തോടെ അത്രയും ഉചിതമായ ഒരു നടപടി ഇയാൾക്കെതിരെ ചുമത്തേണ്ടതുണ്ട്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെ പോലീസ് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് മലപ്പുറം SP മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും, ഇതിൽ പോലീസിൻ്റെ ഇതുവരെയുള്ള നിരീക്ഷണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം കൂടി SP-യുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യമാണ് നമുക്ക് അറിയാനുള്ളത്. ഇന്ന് ഉച്ചയോടെ അയാളെ സിറാജുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരവുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. എന്തായാലും ആജ്ഞ മുന്നോട്ട് വെച്ച കണക്കുകൾ, അല്ലെങ്കിൽ ആജ്ഞ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന കണക്കുകളാണ് അതെല്ലാം. ആ കണക്കുകൾ ഈ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ്. ഏത് ദിശയിലാണ് നമ്മൾ പോകുന്നത്? ഒരു 10 അടി മുന്നോട്ട് വെച്ച് നമ്മൾ 20 അടി പിറകോട്ട് നടക്കുന്നുണ്ടോ ആരോഗ്യ മേഖലയിൽ എന്നതൊക്കെ ഇനി ചർച്ച ചെയ്യേണ്ട സമയമാണിത്. ചർച്ച ചെയ്ത് മുന്നോട്ട് നടക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ട സമയമാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു സ്വാധീനവും ചെലുത്തില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവറിന് മണ്ഡലത്തിൽ ഒന്നും ചെയ്യാനാവില്ല. പാർട്ടിയുടെ അടിയുറച്ച വോട്ടുകളാണ് നിലമ്പൂരിൽ 2 തവണയും വിജയം സാധ്യമാക്കിയത്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചിലപ്പോൾ സ്വതന്ത്രനാകാം, മുതിർന്ന നേതാവാവാം, ഇതല്ലെങ്കിൽ യുവപ്രവർത്തകനാകാം. ആരായാലും LDF മണ്ഡലം നിലനിർത്തുമെന്ന് VP അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ ഒരു വലിയ പരീക്ഷണമാണ്. ഒരു വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ കൂടി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലേത്. നമ്മോടൊപ്പം ചേരുന്നത് CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ VP അനിൽ. സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? സർക്കാരിന് വിലയിരുത്തട്ടെ. കാരണം സർക്കാരിനോടൊപ്പം നിലമ്പൂർ അസംബ്ലി മണ്ഡലം 8 വർഷക്കാലം നിന്നു. ആ 8 വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷം വിജയിപ്പിച്ചിട്ടുള്ള MLA-യുടെ ആ MLA ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് 1600 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വ്യത്യസ്ത തലങ്ങളിൽ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 18-ലെ പ്രളയ ദുരന്തമുണ്ടായി, അതിൻ്റെ പുനരധിവാസം, അന്ന് തകർക്കപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകൾ, പാലങ്ങൾ എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ലൈഫ് പദ്ധതിയിലൂടെ ദരിദ്രർക്കുള്ള വീടുകൾ, അങ്ങനെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നത്. UDF-ൻ്റെ ഉറച്ച മണ്ഡലമായിരുന്ന നിലമ്പൂർ PV അൻവറിൻ്റെ വ്യക്തിപരമായ മികവ് കൂടി ഒരു ഘടകമായിരുന്നു പിടിച്ചെടുക്കുന്നതിൽ. ആ അൻവറാണ് ഇപ്പോൾ UDF-ൻ്റെ ഭാഗത്ത് നിന്ന് മണ്ഡലം UDF-നെ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. അൻവറിൻ്റെ സാന്നിധ്യം കരുത്താകുമെന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരേപോലെ പറയുകയും ചെയ്യുന്നു. അൻവറിൻ്റെ ഈ ഒരു മറുവശത്തേക്കുള്ള മാറ്റം LDF-നെ ഏതൊക്കെ തലങ്ങളിലാവും പ്രതിഫലിക്കുക? അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിജയിക്കാനായത്. ഇടതുപക്ഷത്തിന് എപ്പോഴും പൂർണ്ണമായും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മണ്ഡലമായിരുന്നില്ല. പക്ഷെ ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു വോട്ടിംഗ് അടിത്തറയും പാർട്ടി ബേസുമുള്ള സ്ഥലമാണ് നിലമ്പൂർ. അപ്പോൾ ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തുടർ വിജയത്തിൽ അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, എൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന പിണറായിയുടെയും വോട്ടിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ആ കാര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ അവിടെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ വിപുലീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആ അടിത്തറ ശക്തമാണ്. ഇദ്ദേഹം പോയി എന്നുള്ളതുകൊണ്ട് ആ അടിത്തറയ്ക്ക് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. പാർട്ടിയാകെ തകർന്നു പോവും, ഒലിച്ചു പോവും എന്നുള്ളതായിരുന്നല്ലോ അദ്ദേഹം മാറുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീതി. പക്ഷേ ഒരു കുഞ്ഞു പോലും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഒരു സ്വാധീനം ഉണ്ടാക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അത് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എടുത്തുള്ള നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹത്തിനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഈ കാര്യത്തിലുണ്ടായിട്ടില്ല. അത് നഷ്ടം സംഭവിച്ചു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിലമ്പൂരിൽ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ആവർത്തിക്കുമെന്ന് കരുതാമോ? സ്വതന്ത്ര പരീക്ഷണം എന്നുള്ളത് ഇദ്ദേഹം പോയി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്ന ഒന്നല്ല. ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമുള്ള സഹയാത്രികരെ പാർലമെൻ്ററി രംഗത്തും പാർട്ടി രംഗങ്ങളിലുമെല്ലാം അവർക്ക് ഉള്ള ഇടം നൽകിക്കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ അവിടെ സ്വതന്ത്രം വേണോ, അനുയോജ്യരായിട്ടുള്ള ആളുകളുണ്ടോ, പാർട്ടി ലീഡർഷിപ്പ് എന്നുള്ള ആളുകൾ വേണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യട്ടെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. പ്രതീക്ഷിക്കുന്നുണ്ടോ UDFിൻ്റെ അതൃപ്തരായുള്ളവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് സഹകരിക്കാൻ തയ്യാറാകുമെന്ന്? UDFിൻ്റെ അതൃപ്തർ നോക്കിയിട്ടല്ലോ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുക. അത് ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നുണ്ട്. അവർക്ക് അസംതൃപ്തി ഉണ്ടെന്നുണ്ടെന്നെങ്കിൽ അവർ പുറത്തു വരട്ടെ. പുറത്തു വന്നിട്ട് അവരുടെ അസംതൃപ്തി അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പ് എന്താണ്, ഏത് തരത്തിലുള്ള വിയോജിപ്പാണ് എന്നുള്ളത് അവർ പറയട്ടെ. പറയുമ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കപ്പെടും. നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും. കാരണം 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്നവരാണ് അവിടുത്തെ ജനത. അവർക്ക് തുടർന്നും ഈ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി അവരൊഴിവാക്കിയാലും അവർ പുതിയ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കരുത്തനായ ഒരു ജനപ്രതിനിധിയെ അവർ കണ്ടെത്തും. സർക്കാരിനെ വിലയിരുത്തലാകുമെന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലും വ്യാഖ്യാനിച്ചൂടെ? ഫലം എതിരാണെങ്കിൽ ഈ രണ്ടാം വട്ടം വന്ന പിണറായി സർക്കാരിനോട് ഉള്ള ജനങ്ങൾക്ക് പിന്തുണ ഇല്ലാത്തതാണെന്ന് വ്യാഖ്യാനിച്ചു. അല്ല, അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് വന്നല്ലോ. അവിടെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചുള്ള നിലപാടുകൾ എന്താണ്? ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും. നിലമ്പൂരിൽ വിജയം ആവർത്തിക്കാനാകും, മണ്ഡലം നിലനിർത്താനാകും, അൻവർ ഒരു സ്വാധീനവും ചെലുത്തില്ല എന്ന് CPM വിലയിരുത്തുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് CPM നേതൃത്വം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാറുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യവും ഉൾപാർട്ടി ജനാധിപത്യവും ഒക്കെയാണ്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം വിലക്കുകയാണ് CPI. ഔദ്യോഗിക പാനലിനെതിരെ മത്സര നീക്കം ഉണ്ടെങ്കിൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് അസാധാരണമായ ഈ നീക്കത്തിന് പിന്നിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പാർട്ടി സർക്കുലർ എന്ന പേരിൽ മത്സരവിലക്ക് റിപ്പോർട്ട് ചെയ്തത്. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ മത്സരം ഉണ്ടാവുകയോ മത്സരത്തിന് ആരെങ്കിലും തയ്യാറെടുക്കുകയോ ചെയ്താൽ ആ സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്യണം, പിന്നീട് വീണ്ടും നടത്തണം. ഇതാണ് സർക്കുലറിലെ നിർദ്ദേശം. സംസ്ഥാന സെക്രട്ടറിക്കും നേതൃത്വത്തിനുമെതിരെ വലിയ അതൃപ്തി CPIയിലുണ്ട്. മുതിർന്ന നേതാവ് KE ഇസ്മയിലിനെതിരെയുള്ള നടപടിയിലും അമർഷം ശക്തമാണ്. സമ്മേളനങ്ങൾ പുരോഗമിക്കുന്തോറും ഇത് മൂർച്ഛിക്കുമെന്നും ഉയർന്ന ഘടകങ്ങളിൽ പോലും മത്സരം ഉണ്ടായേക്കുമെന്നുമുള്ള ആശങ്കയാണ്
നേതൃത്വത്തിന്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പല ജില്ലകളിലും ഔദ്യോഗിക വിഭാഗം മുൻകൈയെടുത്ത് മത്സരങ്ങൾ നടത്തിയിരുന്നു. എതിർവിഭാഗത്തെ വെട്ടിനിരത്താനായിരുന്നു ഈ മത്സരങ്ങൾ. ഇത്തവണ അത് തിരിച്ചടിക്കുമെന്ന ആശങ്കയും ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. CPI-യിൽ ലോക്കൽ സമ്മേളനങ്ങളാണ് പുരോഗമിക്കുന്നത്. ഓഗസ്റ്റിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും. സെപ്റ്റംബർ 8 മുതൽ ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം. ഈ മാസം 23 മുതൽ 25 വരെ തിരുവനന്തപുരത്ത് ദേശീയ കൗൺസിൽ ചേരുന്നുണ്ട്. ഈ ആഴ്ച സംസ്ഥാന കൗൺസിലും ചേരും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇന്നലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഗണഗീതം ആലപിച്ച നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഗായകർ, ക്ഷേത്രോപദേശക കമ്മിറ്റി, ഉത്സവാഘോഷ കമ്മിറ്റി എന്നിവർക്കെതിരെയാണ് കേസ്. ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. വിനീഷ് കൊല്ലത്തുനിന്ന്. വിനീഷ്, ഈ കടക്കലിലെ വിവാദത്തിന് പിന്നാലെയാണ് ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ ഗണഗീതം ആലപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഇനി ഇതിനപ്പുറത്തേക്ക് ഈ ഒരു കേസ് വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടുക്കൽ സ്വദേശി പ്രതിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗണഗീതം ആലപിച്ച നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഗായകരും അതുപോലെ തന്നെ ക്ഷേത്രോപദേശക കമ്മിറ്റി, ഉത്സവാഘോഷ കമ്മിറ്റി എന്നിവർക്കെതിരെയുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെയോ അതുപോലെ ആശയങ്ങളോ ചിഹ്നങ്ങളോ കൊടിതോരണങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കുകയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേവസ്വം കൊട്ടാരക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് ഇങ്ങനെ തന്നെയാണ് ഇതിലും സൂചിപ്പിക്കുന്നത്. ക്ഷേത്രോപദേശവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളായിരുന്നു ഈ ദേവസ്വം ബോർഡിന് ലഭിച്ചിരുന്നതെന്നാണ് ഇതിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ക്ഷേത്ര പരിസരത്ത് RSS കൊടിതോരണങ്ങളും കെട്ടിയ സംഭവത്തിൽ ആദ്യ പരാതിയെ തുടർന്നുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു. ക്ഷേത്രത്തിൽ ഗാനമേളയിൽ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതിയും കൂടി വന്നത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീജ, ഇത് ബോധപൂർവം പാടിയെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇന്ന് നടക്കുന്ന ബോർഡ് മീറ്റിംഗിലാകും ഇതിന്റെ തീരുമാനം ഉണ്ടാവുക. ഈ ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലീസിന്റെയും നടപടികൾ അത് ശക്തമായി തന്നെ തുടരുകയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയ്ക്കിടെ ഗണഗീതം പാടിയ സംഭവത്തിലാണ് ഇപ്പോൾ നടപടിയുമായി പോലീസും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് എന്ന വഖഫ് ബോർഡിന്റെ ഉത്തരവിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് വാദം തുടങ്ങും. വഖഫ് ബോർഡിന്റെ 2019 ഉത്തരവും വഖഫ് രജിസ്റ്ററിൽ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവും റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ഹർജിയിൽ മുനമ്പത്തെ താമസക്കാരെയും കക്ഷി ചേർത്തിരുന്നു. ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് മുനമ്പം നിവാസികളെ കേസിൽ കക്ഷി ചേർത്തുള്ള ഉത്തരവ് ഇറങ്ങിയത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരുപക്ഷെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയിലാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുനമ്പത്തെ ഈ തർക്കമാണ്. ഈ തർക്കത്തിലാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാദം തുടങ്ങുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ നടന്ന ശേഷമാണ് ഈ മുനമ്പം നിവാസികളെ ഈ കേസിൽ കക്ഷി ചേർക്കുന്നതിനുള്ള നിർണായകമായ തീരുമാനം ഇന്നലെ വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ തങ്ങളുടെ ഭാഗം കൂടി ഇതിൽ കേൾക്കണമെന്ന ആവശ്യമാണ് ഈ മുനമ്പം നിവാസികൾ മുന്നോട്ട് വെച്ചത്. ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് ഹർജി നൽകിയത്. അവർ നൽകിയ ഹർജി അനുസരിച്ച് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി ഏറ്റെടുക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ തീരുമാനം റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം രജിസ്റ്ററിൽ ഈ സ്ഥലം വഖഫിൻ്റെതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രേഖകളും തയ്യാറാക്കിയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും മാറ്റണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ സ്ഥലം ഉടമയായിരുന്ന സിദ്ദിഖ് സേട്ട് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയായാണ് ഭൂമി കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫാറൂഖ് കോളേജിന് ഒരു തരത്തിലും ഇത് കൈമാറ്റം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള അവകാശമില്ല. ഈ സംബന്ധിച്ച രേഖകൾ തൻ്റെ പക്കലുണ്ട് എന്ന് കോടതിയിൽ കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ വഖഫ് സംരക്ഷണ സമിതിയും അടക്കമുള്ളവർ ഈ കേസിൽ കക്ഷി ചേരാൻ തയ്യാറായിരുന്നു. അവരുടെ പക്കലും രേഖകൾ പലതുമുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ വഖഫ് ട്രൈബ്യൂണൽ അത് അംഗീകരിച്ചില്ല. ആ രണ്ട് ഹർജികൾ തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ വിശദമായി തന്നെ ദിവസങ്ങളോളം വാദം കേട്ട ശേഷം ഈ ഹർജിയിൽ ഈ മുനമ്പത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളെ കൂടെ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഇന്നു മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ വഖഫ് ട്രൈബ്യൂണൽ അവതരിപ്പിക്കപ്പെടും. ഇരുപക്ഷവും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. വർഷങ്ങളായി ഈ ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്ന ഒരു ഇടമാണ്. ഒപ്പം സർക്കാരിൻ്റെ പലതരത്തിലുള്ള പദ്ധതികൾ, അവിടെ റോഡുണ്ട്, പാലമുണ്ട്, അങ്ങനെ പല പല പദ്ധതികൾ വന്ന ഇടമാണ്. അതുകൊണ്ട് ഒരു വഖഫ് ഭൂമിയാണെങ്കിൽ എങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഇത്ര വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഈ മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതിൻ്റെ സമഗ്ര വശങ്ങളും ഇനി വരും ദിവസങ്ങളിൽ തലനാരിഴ കീറി വഖഫ് ട്രൈബ്യൂണലിൽ പരിഗണിക്കപ്പെടും. എന്തായാലും തങ്ങളുടെ ഭാഗം കേൾക്കാൻ അവസരം ലഭിച്ചില്ലോ അല്ലെങ്കിൽ ലഭിക്കുന്നുവല്ലോ എന്നത് തന്നെയാണ് മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി മാറുന്നത്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കടക്കിൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതുമായി ബന്ധപ്പെട്ട കേസും ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് എന്തുകൊണ്ട് നിയമ നടപടി എടുത്തില്ലെന്ന് ചോദിച്ചിരുന്നു. ഗായകനെയും ക്ഷേത്രോപദേശക സമിതിയെയും പ്രതി ചേർത്ത കാര്യം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തുടർ നടപടികൾ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കും. കോട്ടയം MC റോഡിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. ജീപ്പ് യാത്രക്കാരായ 2 പേരാണ് മരിച്ചത്. ജീപ്പിന് പിന്നിലിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ശ്രീജിത്ത്, നാട്ടകത്തെ അപകടത്തിൽ 2 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന്, അതായത് ബാംഗ്ലൂരിൽ നിന്നും എത്തി കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്ന് പള്ളത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി. തൊട്ടെതിർവശത്ത് ചിങ്ങവനത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു ജീപ്പ്. ഈ ലോറി പോയ ഭാഗത്തേക്ക് ചെന്ന് ഈ വാഹനം ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് അപകടത്തിന്റെ ദൃക്സാക്ഷിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. തൊടുപുഴ സ്വദേശിയായ സനോഷാണ് ഈ ഒരു അപകടത്തിൽ മരിച്ച ഒരാൾ. രണ്ടാമത്തെ ആൾ തമിഴ്നാട് സ്വദേശിയാണ്.
ഈ സനോഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. സനോഷാണ് വാഹനം ഓടിക്കുകയും ചെയ്തത്. ഇന്റീരിയർ ഡിസൈൻ പോലുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് സ്ഥിരീകരിച്ചിട്ടില്ല. കനയ്യ എന്നൊരു പേര് ഈ അപകടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിന് കാരണം ഈ അപകടത്തിൽ മറ്റ് 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കുണ്ട്. അവരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടില്ല. മറ്റൊരാളിൽ നിന്നാണ് ഈ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ മരിച്ച ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ബന്ധുക്കൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയത്തേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ ഇവരിൽ നിന്ന് വിവരം അറിയാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. രാത്രി തന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അങ്ങനെ ഈ റോഡ് MC റോഡാണ്, തിരക്കേറിയ റോഡാണ്. അവിടെ നിന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ്. ട്രെയിനും മറ്റും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്തായാലും ഈ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്തിലാണ് മഴ ശക്തിപ്പെടുന്നത്. മഴയായാലും വെയിലായാലും ഒക്കെ ആശാസമരം തുടരുകയാണ്. 58ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം. ഇന്നലെ സമരസമിതി നേതാക്കൾ തൊഴിൽ മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു. കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന നിർദ്ദേശം അംഗീകരിച്ച് സമരം നിർത്താൻ കഴിയില്ലെന്നും ഓണറേറിയം വർധന വേണമെന്നും നേതാക്കൾ മന്ത്രിയെ അറിയിച്ചു. 3000 രൂപയുടെ വർധന പ്രഖ്യാപിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ കമ്മിറ്റിക്ക് വിടുന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ സുകാന്ത് സുരേഷിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനു ശേഷം വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വരുന്ന 15-ാം തീയതി വിധി പറയും. യുവ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ IPS നടത്തുന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് IB ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറുന്നതിന് പിന്നാലെ സുകാന്ത് സുരേഷിനെതിരായ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. സമഗ്ര അന്വേഷണത്തിന് ശേഷമാകും തുടർ നടപടികളെന്നാണ് സൂചന. സുകാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള FRRO കൃഷ്ണരാജ് IPSഉം ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് കൈമാറിയതിനു ശേഷം സുകാന്തിനെതിരായ നടപടി സംബന്ധിച്ച ഓർഡർ ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കും. ഒളിവിൽ കഴിയുന്ന സുകാന്തിന് വേണ്ടി IBയും അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. 24-കാരിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുകാന്ത് സുരേഷ് IBയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന അമർഷത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കോഴിക്കോട് ഷഹബാസ് കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ സമയത്ത് ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കൊലപാതകത്തിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയതോടെയാണ് കുറ്റാരോപിതർ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. AICC സമ്മേളനത്തിന് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കമാവും. വിശാല പ്രവർത്തക സമിതി യോഗം രാവിലെ 10-ന് ചേരും. വല്ലഭായ് പട്ടേൽ സ്മാരകത്തിലാണ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. 169 പ്രതിനിധികളാണ് പങ്കെടുക്കുക. DCCകളുടെ പ്രവർത്തനത്തിലടക്കം വരുത്തേണ്ട മാറ്റങ്ങൾ പ്രവർത്തക സമിതിയിൽ ചർച്ചയാകും. 1 മണി വരെയാണ് പ്രവർത്തക സമിതി. വൈകിട്ട് സബർമതിയിൽ പ്രാർത്ഥനായോഗം നടക്കും. AICC സമ്മേളനം നാളെയാണ്. താരിഫ് യുദ്ധത്തിൽ അമേരിക്കയും ചൈനയും നേർക്കുനേർ. ചൈന ഏർപ്പെടുത്തിയ 34% പകരച്ചുങ്കം ഒഴിവാക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പകരം തീരുവ പ്രഖ്യാപനത്തിൽ അമേരിക്കൻ ഓഹരി വിപണികൾ കൂപ്പുകുത്തിയതിനു പിന്നാലെയാണ് ചൈനയ്ക്കെതിരെ അമേരിക്ക നിലപാട് കടുപ്പിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരായ നീക്കം പ്രഖ്യാപിച്ചത്. US പകരം തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതേ നാണയത്തിൽ ചൈനയും തിരിച്ചടിച്ചിരുന്നു. 34% താരിഫാണ് ചൈന അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ കൂപ്പുകുത്തി.
പ്രതിസന്ധി താത്കാലികമെന്നും ആശങ്ക വേണ്ടെന്നും പ്രഖ്യാപിച്ച ട്രംപ് പക്ഷേ ചൈനയോട് നിലപാട് കടുപ്പിച്ചു. 34% താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കുമേൽ 50% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. നാളെ മുതൽ അധിക താരിഫ് നിലവിൽ വരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ലോകത്തെ 2 സാമ്പത്തിക ശക്തികൾ നേർക്കുനേർ നിൽക്കുമ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യമടക്കം മുൻകൂട്ടി പ്രവചിക്കുകയാണ് വിദഗ്ധർ. യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിലും ഓഹരി വിപണികൾ താഴേക്കാണ്. ഇന്ത്യൻ സെൻസെക്സ് ഒറ്റയടിക്ക് 3000 പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 1000 പോയിന്റും ഇടിഞ്ഞു. ജപ്പാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ സൂചികകൾ 9% വരെ താഴ്ന്നു. ഹോങ്കോങ്ങിന്റെ സൂചിക 13.2% ഇടിഞ്ഞു. 1997 ശേഷം ഇതാദ്യമായാണ് ഹോങ്കോങ്ങിന് ഇത്ര വലിയ ഇടിവ് സംഭവിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ പ്രതികരണം. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ഫോണിലൂടെ ട്രംപുമായി സംസാരിച്ചു. യൂറോപ്യൻ യൂണിയനും സാഹചര്യങ്ങൾ വിലയിരുത്തി പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ചരക്ക് നീക്കത്തിന് തീരുവ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ചർച്ചകൾ ഉയരുന്നത്. യൂറോപ്യൻ യൂണിയൻ വാണിജ്യ മന്ത്രിമാർ ബ്രസൽസിൽ യോഗം ചേർന്നു. ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാര ഫോർമുല കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. അമേരിക്കയുടെ ഭീഷണിയോട് ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, ഇലോൺ മസ്ക് ട്രംപിന്റെ ടീമിലെ പ്രധാനി, ട്രംപ് ഡോഡ്ജ് എന്ന പേരിൽ ഈ സർക്കാർ പരിഷ്കരണങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടീമിലെയൊക്കെ പ്രധാനിയായ ഇലോൺ മസ്ക് ഇക്കാര്യത്തിൽ ട്രംപിനെ നിലപാടിലെ എതിർപ്പ് അറിയിക്കുന്നു. ഈ താരിഫ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഒരു EU-US ഫ്രീ ട്രേഡാണ് വേണ്ടത്. യൂറോപ്യൻ യൂണിയനുമായി ഇത്തരം താരിഫുകളൊന്നും ആവശ്യമില്ല എന്നൊക്കെ ടെസ്ലയുടെ മേധാവി കൂടിയായ ഇലോൺ മസ്ക് അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീടെത്താം. ഇനി IPL വിശേഷങ്ങളിലേക്ക്. IPL-ലെ 20ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 12 റൺസ് വിജയം. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂർ 5 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 209 റൺസിന് ഒതുങ്ങുകയായിരുന്നു. ബാംഗ്ലൂരിന് വേണ്ടി വിരാട് കോഹ്ലിയും രജത് പതീദാറും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ മുംബൈക്കായി തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ജയത്തോടെ RCB 3ാം സ്ഥാനത്തേക്കെത്തി. IPL-ൽ നാളെ 2 മത്സരങ്ങളാണ് നടക്കാനുള്ളത്. ആദ്യത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരം ഇരു ടീമുകൾക്കും ജയിക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് വളരെ സ്പെഷ്യലായി ആഘോഷിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. മലപ്പുറത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ അൻസാർ ബുസ്താന്റെ മകൾ സിയ മെഹറിന്റെ പിറന്നാളാണിന്ന്. സിയ മെഹറിന് വേണ്ടി കുടുംബാംഗങ്ങളെല്ലാം ആശംസ അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ സിയ. ബാലരാമപുരം സ്വദേശിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനുമായ സനൽ കുമാറിന്റെ ജന്മദിനമാണ്. മക്കൾ അമ്പാടി, ലച്ചു, ക്ഷേത്രത്തിലെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളായ ശരത്, വിപിൻ, ചന്തു, ജിത്തു, സജു, മഹേഷ് എന്നിവരാണ് ആശംസകൾ നേരുന്നത്. ഇനി ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തിന്റെ പിറന്നാൾ ആശംസയാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ അരുൺ ചിത്തുവിന്റെ ഭാര്യ നിത്യയുടെ ജന്മദിനമാണിന്ന്. നിത്യയ്ക്ക് ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ നിത്യ. അഭിനവിന്റെ 10ാമത്തെ ജന്മദിനമാണ്. വാട്സപ്പിൽ അഭിനവ് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, പക്ഷെ സ്ഥലവും പേരും ഒന്നും പറഞ്ഞില്ല. അഭിനവ് ഇത് കാണുന്നുണ്ടാവും എന്ന് അറിയാം. അപ്പോൾ അഭിനവിന് ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിവസം ന്യൂസ് 18ന്റെ സ്ക്രീനിലൂടെ നമുക്ക് ഒന്നിച്ച് ആഘോഷം കൊണ്ടാടാം. അതിനായി വാട്സപ്പ് ചെയ്താൽ മതി. പക്ഷേ അഭിനവിനെ പോലെ സ്ഥലവും പേരും ഡീറ്റെയിൽസ് ഒന്നും വെക്കാതിരിക്കരുത്. 9346975748 എന്ന നമ്പറിലേക്ക് സ്പെഷ്യൽ ഡേ /name/phone നമ്പർ
പേര് വേണം, ഫോൺ നമ്പർ വേണം, ഡീറ്റെയിൽസും വേണം. അങ്ങനെ അതൊക്കെ കൂടി അയക്കണം. നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കാണാനൊക്കെ രസമാണെങ്കിലും ചിലപ്പോൾ കുരുക്കിൽ പെട്ടാൽ അതൊരു വലിയ കുരുക്കാണ്. അപ്പോൾ ആ കുരുക്ക് മാറാൻ ഒരു വഴി വരുന്നു എന്നതാണ് ഈ ദിവസത്തെ ഒരു സന്തോഷമുള്ളൊരു വാർത്ത. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് താമരശ്ശേരി ചുരത്തിൽ ഒരു റോപ്പ് വേ വരാൻ പോകുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ KSIDCക്ക് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. 100 കോടി രൂപ ചെലവിലാണ് അടിവാരം മുതൽ ലക്കിടി വരെ റോപ്പ് വേ പദ്ധതി നടപ്പാക്കുക. അടിവാരം മുതൽ ലക്കിടി വരെ 3.67 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാഫിക് ബ്ലോക്ക് ഭയക്കാതെ താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 റോപ്പ് വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 ജൂണിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ പദ്ധതിയുടെ ലോവർ ടെർമിനലിന് ആവശ്യമായ 1 ഏക്കർ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PPP മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ KSIDCക്ക് അനുമതി നൽകിയത്. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാങ്കേതിക അനുമതി പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിവാരത്തിനും ലക്കിടിക്കും ഇടയിൽ ചുരത്തിൽ ഏകദേശം 40 ടവറുകളിലായി 2 ഹെക്ടർ വനഭൂമിക്ക് മുകളിലൂടെയാകും റോപ്പ് വേ കടന്നു പോവുക. നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് കുറഞ്ഞത് 40 മിനിറ്റ് വേണം. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു വശത്തേക്ക് കാഴ്ചകൾ കണ്ട് യാത്ര പൂർത്തിയാക്കാൻ 15 മിനിറ്റ് മതിയാകും. 6 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന AC കേബിൾ കാറുകളാണ് റോപ്പ് വേയിൽ ഉണ്ടാവുക. മണിക്കൂറിൽ 400 പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബത്തേരിയിൽ നിന്ന് ലക്കിടി വരെയും കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്താനും അടിവാരം ലക്കിടി ടെർമിനലുകളോടനുബന്ധിച്ച് പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫറ്റീരിയ, ആംഫി തിയേറ്റർ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. അടിവാരം നൂറാന്തോട് താളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, വയനാട്. രാവിലെയിൽ അപ്പോൾ നമ്മൾ ചെറിയ ഇടവേള എടുക്കുകയാണ്. പതിവ് പോലെ 8 മണിക്ക് നമുക്ക് പോലീസ് പെട്രോളിന്റെ സമയമാണ്. ടോം കുര്യാക്കോസ് ചേരും. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ